ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നാലാം ക്ലാസ് സെക്കൻഡ് പാർട്ട് തജ്വീദുൽ ഖുർആനിലെ അൽ വഹദത്തു സാമിന. എട്ടാമത്തെ പാഠം അത്താഉ മജ്റൂറത്തു വൽ മർബൂത്ത. എന്താണ്? താഉകളെ കുറിച്ചാണ്. താഉ മജ്റൂറയും താഉ മർബൂത്തയും ആണ് ഈ പാഠത്തിൽ പറയുന്നത്. അപ്പം നമ്മൾ ഈ പാഠഭാഗം മുമ്പ് വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അത് അപ്ഡേഷൻ വന്നിട്ടുണ്ട് ബുക്കിന്. അപ്പോൾ അപ്ഡേഷൻ വന്നത് കൊണ്ട് ചില വിദ്യാർത്ഥികൾ മാറ്റി ചെയ്യാൻ വേണ്ടി പറഞ്ഞത് കാരണമാണ് വീഡിയോ മാറ്റി ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ മറ്റു പാഠങ്ങൾ ഏതെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങളിതുപോലെ കമൻ്റായിട്ട് അറിയിക്കണം. നമുക്ക് വീഡിയോ മാറ്റി ചെയ്യാം. അപ്പോൾ ഇന്നത്തെ പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. താഉ മജ്റൂറ. താഉ മജ്റൂറ എന്ന് പറഞ്ഞാൽ ബാ ഇടുന്ന പോലെ ഇടുന്ന താ ആണ്. ബാത്താ നമ്മൾ ഇതിന് പറയാം. താഉ മജ്റൂറ എന്നാണ് ബാത്താന് നമുക്ക് പറയേണ്ടത്. മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. പിന്നെ താഉ മർബൂത്ത. താഉ മർബൂത്ത ഹ ഇട്ടിട്ട് രണ്ട് പുള്ളിയിടും. അപ്പോൾ ഹാ താ എന്നതിന് നമുക്ക് പറയാം. അപ്പം മജ്റൂറ മർബൂത്ത രണ്ട് താഉകളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ താഉകൾ രണ്ടു വിധമുണ്ട്. താഉകൾ രണ്ട് വിധം. താഉ മർബൂത്തക്ക് ഹാ ഉത്ത എനീസ് എന്നു പേരുണ്ട്. ഈ താഉ മർബൂത്തക്ക് ഹാ ഉത്ത എനീസ് എന്ന് മറ്റൊരു പേരുണ്ട്. അപ്പോൾ ഹാ ഉ മർബൂത്തയുടെ മറ്റൊരു പേരെന്ത് മനസ്സിലാക്കുക. ഹാ ഉത്ത എനീസ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണിത്. ഹാ മർബൂത്തയുടെ മറ്റൊരു പേരാണ് ഹാ ഉത്ത എനീസ്. താഉ മർബൂത്തയിൽ വഖഫ് ചെയ്യുമ്പോൾ ഹാ ആയിട്ടാണ് ഉച്ചരിക്കേണ്ടത്. അതായത് ഈ താഉ മർബൂത്ത വഖഫ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ വരും. ഇതുപോലെ വഖഫിൻ്റെ സ്ഥലമാണല്ലത്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരുമ്പോൾ ഇവിടെ കാര്യത്തു എന്ന് പറഞ്ഞിട്ട് വഖഫ് ചെയ്യരുത്. അവിടെ ഹ ആയിട്ടാണ് നമ്മൾ വഖഫ് ചെയ്യേണ്ടത്. കാര്യ അവിടെ അ എന്ന് പറയുമ്പോൾ ഹ വഖഫിൽ ഹ വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മളൊന്ന് പറഞ്ഞു നോക്കി. ഹ ആയി നമ്മൾ വഖഫ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ താഉ മർബൂത്തയിൽ വഖഫ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വഖഫ് ചെയ്യേണ്ടത് ഒരു ചോദ്യമായിട്ട് മനസ്സിലാക്കി പഠിക്കാം. ഹ ആയിട്ടാണ് ഉച്ചരിക്കേണ്ടത്. മനസ്സിലാക്കാം. ഹ ആയിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. അങ്ങനെയും മനസ്സിലാക്കാം. ഇനി ഉദാഹരണങ്ങളാണ് ഇവിടെ പറയുന്നത്. അൽ കാര്യത്തു മൽ കാര്യ. അപ്പോൾ ഇവിടെ അൽ കാര്യത്തു എന്നുള്ളിടത്ത് ഇവിടെ താഉ മർബൂത്ത ഉണ്ട്. പക്ഷെ അത് നമ്മൾ ചേർത്ത് ഓതുമ്പോൾ താഇൻ്റെ മഹ്റജിൽ നിന്ന് തന്നെ പറഞ്ഞ് ഓതണം. കാര്യത്തു മൽ കാര്യ ആ എന്ന് പറയുമ്പോൾ അവിടെ ഹ ആയിട്ടാണ് നമ്മൾ വഖഫ് ചെയ്യുന്നത്. അടുത്ത ഹൽ അതാക്ക ഹദീസുൽ ആഷിയത്തി എന്ന് പറയുമ്പോൾ ആഷിയ. ഈ ആഷി എന്ന് പറഞ്ഞ് വഖഫ് ചെയ്യൂല. ആഷിയത്ത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വഖഫ് ചെയ്യൂല. ആഷിയ. മനസ്സിലാക്കാം. അടുത്തതാ വൈലുല്ലി കുല്ലി ഹുമസത്തില്ലുമസ. ഇവിടെ താഇൻ്റെ മഹ്റജിൽ നിന്ന് വഖഫ് ചെയ്യുമ്പോൾ ഹ ആയിട്ട് ലുമസ മനസ്സിലാക്കുക. ഹ തഅനീസിൽ വഖഫ് ചെയ്യുമ്പോൾ ഹാഇൻ്റെ ശബ്ദം പുറത്തു വരാതെ മുമ്പുള്ള അക്ഷരത്തിൽ ശബ്ദം മുറിക്കുകയോ ഹാഇനു പകരം അലിഫ് വരികയോ ചെയ്യരുത്. അപ്പോൾ ഹ തഅനീസിൽ വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. നന്നായി മനസ്സിലാക്കുക. ഹ തഅനീസിൽ വഖഫ് ചെയ്യുമ്പോൾ ഹാഇൻ്റെ ശബ്ദം പുറത്തു വരാതെ, അതായത് ലുമസ് എന്ന് പറഞ്ഞ് വഖഫ് ചെയ്യാതെ, അത് പുറത്തു വരാതെ ലുമസ് എന്നതിൻ്റെ ലുമസ ഹാ പുറത്തു വരാതെ ലുമസ് എന്നതിൽ ശബ്ദം മുറിക്കുകയോ അതാ വരാതെ മുമ്പുള്ള അക്ഷരത്തിൽ ശബ്ദം മുറിക്കുകയോ എന്ന് പറഞ്ഞാൽ ലുമസ് എന്നതിൽ മുറിക്കുകയോ എന്നാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഹാഇനു പകരം അലിഫ് വരികയോ ചെയ്യരുത്. ലുമസ എന്ന് വരുമ്പോൾ അവിടെ അലിഫാണ് വരുന്നത്. അങ്ങനെ അലിഫ് വരികയോ ചെയ്യരുത്. അപ്പം അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഹ തഅനീസിൽ താഉ മർബൂത്തയിൽ വഖഫ് ചെയ്യുമ്പോൾ രണ്ടും ഒന്നാണ്. മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ താഉ മർബൂത്തയിൽ വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാലും ഹ തഅനീസിൽ വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാലും ഇത് മനസ്സിലാക്കുക. പിന്നെ ഈ പാഠത്തിൽ താഉ മജ്റൂറ വൽ മർബൂത്ത എന്നതിനെ കുറിച്ചിട്ട് തജ്വീദ് എക്സാമിന് 5 വരിയിൽ കുറയാതെ എഴുതാൻ വന്നാൽ
നമ്മൾ ഈ പാഠത്തിൽ ഇപ്പോൾ ഫസ്റ്റ് പഠിച്ച ഈ പാരഗ്രാഫും ഇതും ഒക്കെ ചേർത്തിട്ടാണ് എഴുതി വെക്കുക. ഉദാഹരണങ്ങൾ എഴുതുക. മജ്റൂറക്ക് ഉദാഹരണം എഴുതി കൊടുക്കുക, മർബൂത്തക്ക് ഉദാഹരണം, അങ്ങനെയൊക്കെ ആക്കിയിട്ട് 5 വരി കുറയാതെ എഴുതിയാൽ നമുക്ക് മാർക്ക് വാങ്ങാൻ കഴിയും അവിടെ. പിന്നെ എന്താ ഇവിടെ പറയുന്നത്? ഉദാഹരണം തന്നെയാണ്. ഫീഹ ഐനുൻ ജാരിയ, ജാരിയ. വനമാരിക്കു മസ്ഫൂഫ, ഫ ഫ എന്നോ മസ്ഫൂഫ് എന്നോ ഇവിടെ വഖഫ് ചെയ്യരുത്. മസ്ഫൂഫ് ഫ ഫ ഹ വരുന്നുണ്ട് അവസാനത്തിൽ, മനസ്സിലാക്കാം. ഈ താ ഇൻമേൽ, അതായത് താ മർബൂത്ത എന്നാണ് ഈ താ ഇൻമേൽ എന്നതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. അതായത് ഹ ഉത്തനീസിൽ നിർത്താതെ ചേർത്തി ഓതുകയാണെങ്കിൽ ഹർക്കത്ത് നൽകി താഇൻ്റെ മഖ്റജിൽ നിന്ന് തന്നെ വായിക്കണം. അപ്പോൾ അതിൻ്റെ ഉദാഹരണം ഒന്ന് നോക്കാം. അപ്പോൾ ഹ ഉത്തനീസിൽ നിർത്താതെ ചേർത്തി ഓതുകയാണെങ്കിൽ എങ്ങനെ വായിക്കണമെന്നാൽ ചോദിച്ചാലോ, ഹർക്കത്ത് നൽകി താഇൻ്റെ മഖ്റജിൽ നിന്ന് തന്നെ വായിക്കണം. ഉദാഹരണം നോക്കൂ. ഫി ജന്നത്തിൻ ആലിയ. ആലിയ എന്ന് നമ്മളിവിടെ വഖഫ് ചെയ്യുമ്പോൾ ഇവിടെ ഹ ആയിട്ട് വരും. ഹ ആലിയ എന്നാൽ നമ്മൾ ഈ ആയത്തിലേക്ക് ചേർത്ത് ഓതുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഓതുക? ഫി ജന്നത്തിൻ ആലിയത്തിൻ ലാ തസ്മഉ ഫീഹാ ലാഇയ. അപ്പോൾ ആലിയത്തില്ല താഇന്ന മഖ്റജിൽ നിന്ന് തന്നെ വായിക്കണം. മനസ്സിലാക്കുക. അങ്ങനെയാണ് ചേർത്തി ഓതുകയാണെങ്കിൽ. അപ്പോൾ അത് നന്നായി മനസ്സിലാക്കുക കേട്ടോ. ഹ തനീസിൽ ചേർത്തി ഓതുകയാണെങ്കിൽ ഹർക്കത്ത് നൽകി താഇന് ഹർക്കത്ത് നൽകി താഇൻ്റെ മഖ്റജിൽ നിന്ന് തന്നെ വായിക്കണം. ഇതിനെന്താണോ ഹർക്കത്ത്, ഇവിടെ തീന്നാണ്, അപ്പോൾ അതന്നെ നൽകിയിട്ട് താഇൻ്റെ മഖ്റജിൽ നിന്ന് വായിക്കുക. ഇവിടെ തൂന്നാണ്, അപ്പോൾ ആ തൂ നൽകിയിട്ട് ചേർത്ത് വായിക്കുക. മൗലൂഅത്തു വനമാരിക്കു, അങ്ങനെ. അപ്പോൾ തൻവീരാണ്, അപ്പോൾ അവിടെ ഉന്നത്ത് ചെയ്യണം. മൗലൂഅത്തും വനമാരിക്കു, മനസ്സിലാക്കുക. അപ്പോൾ ആ ഹർക്കത്തുകൾ നൽകിയിട്ട് ചേർത്തി ഓതണം എന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെയൊക്കെ വന്നിട്ടുണ്ട്. ഹസനതം വഫിൽ ആഹിറത്തി ഹസനതം വഖിന അദാബന്നാർ. അപ്പോൾ ഇവിടെയൊക്കെ താകൾ വന്നത് മനസ്സിലാക്കുക. ഇനി ഇവിടെയൊക്കെ തന്നെയാണ് പറയുന്നത്. അൽഹാക്ക, ഹ ആയിട്ട് വഖഫ് ചെയ്യുക. ചേർത്ത് ഓതുകയാണെങ്കിൽ താഇൻ്റെ മഖ്റജിൽ നിന്ന് അൽഹാക്കത്തു മൽഹാക്ക, അൽഹാക്കത്തു മൽഹാക്ക, ആ രീതിയിൽ ഓതി മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് ഈ പാഠത്തുനിന്ന് മനസ്സിലാക്കാനുള്ളത്. നമുക്കിതിൻ്റെ തദ്രിബാത്ത് നോക്കാം. നുജുബ് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. താഉകൾ എത്ര വിധം, ഏതെല്ലാം, ഉദാഹരണ സഹിതം എഴുതുക. അപ്പോൾ ഇവിടെ എഴുതിയതൊന്നും ആരും നോക്കണ്ട. അത് ഞാൻ പഴയ ബുക്കുകൾ സംഘടിപ്പിച്ച് വെക്കുന്നതാണ്. എന്ന് വെച്ചാൽ ഞാൻ പുതിയ ബുക്ക് വാങ്ങിയിട്ട് ഓരോ വർഷവും അപ്ഡേഷൻ വരുന്നതിനനുസരിച്ച് ബുക്കുകൾ നമ്മളിങ്ങനെ വാങ്ങി വീട്ടിൽ സൂക്ഷിച്ചതുകൊണ്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഓരോ വർഷവും കുട്ടികളെ ക്ലാസ് കഴിയുന്നതിനനുസരിച്ച് അവരുടെ ബുക്ക് വാങ്ങി വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ ബുക്കായതുകൊണ്ട് കുട്ടികൾ എഴുതിയതിൽ ഒരുപാട് തെറ്റുകളൊക്കെ ഉണ്ട്. അതൊന്നും ഞാനിപ്പോൾ ഇവിടെ തിരുത്തുന്നില്ല. ഞാൻ പാഠഭാഗത്ത് കാണിച്ചു തരുന്നതാണ് നിങ്ങൾ മനസ്സിലാക്കി എഴുതേണ്ടത്. അപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എഴുതിയിട്ടൂടെ എന്നൊക്കെ. അപ്പം ഞാൻ എഴുതിയിടുന്നത് കൊണ്ട് ഒരു കാര്യവും എനിക്കില്ല, നിങ്ങൾക്കും അത് ഒരു കാര്യവും ഇല്ല. എന്താ വെച്ചാൽ നിങ്ങളത് നോക്കി എഴുതിയത് കൊണ്ട് ഒരു കാര്യവും ഇല്ല. നിങ്ങളതവിടെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യും, എന്നിട്ട് അത് നോക്കി എഴുതും. അതുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ കഴിയൂല. നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ എന്താണ് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക, പാഠഭാഗത്തിൽ അടയാളപ്പെടുത്തുക, അത് വായിച്ച് മനസ്സിലാക്കി എഴുതുക. അപ്പോഴാണ് നിങ്ങൾക്ക് പാഠഭാഗം നന്നായി മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ആ രീതി എല്ലാവരും തുടരുക. അതാണ് എനിക്ക് പറയാനുള്ളതുള്ളൂ. അപ്പോൾ എന്താണ് താഉകൾ എത്ര വിധം, ഏതെല്ലാം, ഉദാഹരണ സഹിതമാണ് ഇവിടെ എഴുതേണ്ടത്. താഉകൾ 2 വിധമുണ്ട്. ആദ്യം എഴുതുക. താഉകൾ 2 വിധമുണ്ട്. താഉ മജ്റൂറ, എന്നിട്ട് ബ്രാക്കറ്റിൽ ഈ താഉ കൊടുക്കുക. താഉ മർബൂത്ത, ബ്രാക്കറ്റിൽ ഈ താഉം കൊടുക്കുക. അതാണ് താഉകൾ 2 വിധമുള്ളത്. ഇനി അതിന് ഉദാഹരണം എഴുതണം. താഉ മജ്റൂറക്ക് ഉദാഹരണം ഹൽ ഹത്താക്ക. ഹൽ ഹത്താക്ക എന്നതിലെ
താ താ മജ്റൂറയാണ്, മനസ്സിലാക്കുക. പിന്നെ മൽഖാരിയാത്തു ഇത് എഴുതുക. അപ്പം അത് താ മർബൂത്തക്ക് ഒരു ഉദാഹരണവും. അപ്പം അത് അതിൻ്റെ ആൻസർ അങ്ങനെ മനസ്സിലാക്കിയിട്ട് തന്നെ നിങ്ങൾ എഴുതുക. താവുകൾ 2 വിധം, താ മജ്റൂറ എന്നിട്ട് ബാത്താ ഇടുക, താ മർബൂത്ത ഹാത്താ ഇടുക. ഉദാഹരണം താ മജ്റൂറ എന്ന് എഴുതിയിട്ട് ഹല്ലാത്താക്ക് എഴുതുക, താ മർബൂത്ത എന്ന് എഴുതിയിട്ട് മൽഖാരിയ എന്നും എഴുതുക. അടുത്തത് എന്താണ്? താ മർബൂത്തയിൽ എങ്ങനെയാണ് വഖഫ് ചെയ്യേണ്ടത്? താ മർബൂത്തയിൽ എങ്ങനെയാണ് വഖഫ് ചെയ്യേണ്ടത്? അവിടെ നോക്കി എഴുതണ്ട, ഇവിടെ വന്ന് നോക്കിയാൽ മതി. താ മർബൂത്തയിൽ വഖഫ് ചെയ്യുമ്പോൾ ഹ ആയിട്ടാണ് ഉച്ചരിക്കേണ്ടത്. ഹ ആയിട്ടാണ്. അപ്പോൾ ഇത് മുഴുവനായിട്ട് എഴുതിയേക്ക. ഹ ആയിട്ടാണ് ഉച്ചരിക്കേണ്ടത് എന്ന് മനസ്സിലാക്കി എഴുതാം. അപ്പം അത് മുഴുവനായിട്ട് എഴുതി ചോദ്യവും കൂടി ചേർത്ത് എഴുതുന്നതാണ് ഏറ്റവും നല്ലത്. താ മർബൂത്തയിൽ വഖഫ് ചെയ്യുമ്പോൾ ഹ ആയിട്ടാണ് ഉച്ചരിക്കേണ്ടത്. അങ്ങനെ തന്നെ എഴുതാം. അടുത്തത് താ മർബൂത്തയുടെ മറ്റൊരു പേര് എഴുതുക. താ മർബൂത്തയുടെ മറ്റൊരു പേരെന്താ? അവിടെ എഴുതിയ തെറ്റാണ് കേട്ടോ. താ മർബൂത്തക്ക് ഹ തഅനീസ് എന്നും പേരുണ്ട്. അപ്പോൾ ഹ തഅനീസ് എന്നാണ് താ മർബൂത്തയുടെ മറ്റൊരു പേര്, ഹ തഅനീസ്. അടുത്തത് ഹ തഅനീസിൽ വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ത്? എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഹ തഅനീസിൽ വഖഫ് ചെയ്യുമ്പോൾ ഹാഇന്റെ ശബ്ദം പുറത്തു വരാതെ മുമ്പുള്ള അക്ഷരത്തിൽ ശബ്ദം മുറിക്കുകയോ ഹാഇന് പകരം അലിഫ് വരികയോ ചെയ്യരുത്. ഇതാണ് ഹ തഅനീസിലെ വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഒന്നായി മനസ്സിലാക്കി പഠിക്കുക. അടുത്ത ചോദ്യം എന്താണ്? ഹ തഅനീസിനെ ചേർത്തി ഓതേണ്ടത് എങ്ങനെ? ഹ തഅനീസിനെ ചേർത്തി ഓതേണ്ടത് എങ്ങനെയാണ്? ഈ താഇന്മേൽ നിർത്താതെ ചേർത്തി ഓതുകയാണെങ്കിൽ ഹർക്കത്ത് നൽകി താഇന്റെ മഹ്റജിൽ നിന്ന് തന്നെ വായിക്കണം. ഹ തഅനീസിൽ നിർത്താതെ ചേർത്തി ഓതുകയാണെങ്കിൽ ഹർക്കത്ത് നൽകി താഇന്റെ മഹ്റജിൽ നിന്ന് തന്നെ വായിക്കണം. അപ്പം അത് മനസ്സിലാക്കുക. ഈ താഇന്മേൽ എന്ന് പറഞ്ഞാൽ ഹ തഅനീസിൽ ചോദ്യം വരുന്നുണ്ട്. അപ്പം അത് ഹ തഅനീസിൽ നിർത്താതെ ചേർത്തി ഓതുകയാണെങ്കിൽ എന്ന രീതിയിൽ മനസ്സിലാക്കി പഠിക്കുക. ഇനി എന്താ അടുത്ത ഒരു വർക്ക് എന്താ വരുന്നത്? സൂറത്തുൽ ഫത്ഹ്. സൂറത്തുൽ ഫത്ഹ് ഓതിയിട്ട് അതിൽ താ മജ്റൂറയും വൽ മർബൂത്തയും കണ്ടെത്തിയിട്ട് ഇവിടെയൊക്കെ എഴുതാനാണ് വരുന്നത്. അപ്പോൾ സൂറത്തുൽ ഫത്ഹ് എടുക്കുക. ഇന്നാ ഫത്തഹിന ലക ഫത്ഹ മുബീന എന്ന സൂറത്ത്. അപ്പം അതിൽ ഫത്തഹിന എന്നൊക്കെ വരുന്നിടത്ത് താ മജ്റൂറ വരുന്നുണ്ട്, അത് എഴുതുക. അപ്പം അതുപോലെ താ മർബൂത്ത വരുന്ന താകളുണ്ടാവും. അത് വഖഫ് ചെയ്യുന്നിടത്ത് ഹ ആയിട്ട് വഖഫ് ചെയ്യുന്നത് സ്ഥലത്താണ് ഉണ്ടാവുക. അല്ലാത്ത സ്ഥലത്ത് ഇതുപോലെ താ വന്ന് നമ്മൾ ചേർത്തി ഓതും താഇൻ്റെ മഹ്റജിൽ നിന്ന് തന്നെ. അങ്ങനെ വരുന്നതൊക്കെ അതിൽ നോക്കിയിട്ട് അതിൻ്റെ ഓരോ വേർഡ്സുകളാക്കിയിട്ട് ഇവിടെയൊക്കെ എടുത്തിട്ട് ഉദാഹരണം എഴുതാനാണ്. അപ്പോൾ അതെല്ലാവരും ഫത്ഹ് സൂറത്ത് എടുത്ത് മനസ്സിലാക്കിയിട്ട് എഴുതുക. പിന്നെ സൂറത്തുൽ ആഷിയ. സൂറത്തുൽ ആഷിയ ഓതാനാണ്. മജ്റൂറയും മർബൂത്തൊക്കെ മഹ്റജ് മനസ്സിലാക്കി ഓതാനാണ്. ഇത്രയാണ് 8ാമത്തെ പാഠത്തിൽ നിങ്ങൾ മനസ്സിലാക്കി പഠിക്കേണ്ട കാര്യങ്ങൾ എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതുപോലെ എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ. അല്ലാഹു തആല ഇതൊരു ജാരിയായ സദഖയായി സ്വീകരിക്കട്ടെ. എല്ലാവർക്കും പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാനും ഉന്നത വിജയം കൈവരിക്കാനും അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ ആമീൻ റഹ്മത്തുക യാ അർഹമർ റഹീമീൻ. ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.